താങ്കൾ കോട്ടക്കൽ LDF-ന്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. NCP സ്ഥാനാർത്ഥി LDF-ന്റെ ഭാഗമായിട്ട് മത്സരിച്ചിരുന്നു. അന്ന് താങ്കൾ ഒരു NGO-യുടെ NANK ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഫൗണ്ടേഷന്റെ ചെയർമാനായിരുന്നു. ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടനയുടെ പല വേദികളിലും ഒരു ചെയർമാൻ ഇതായിട്ട് കണ്ടു. ഞാൻ ശ്രദ്ധിക്കാൻ കാരണം ഗാന്ധി ജയന്തി ദിനത്തില് കേരളത്തിലെ തെരഞ്ഞെടുത്ത 5ഓളം കേന്ദ്രങ്ങളിൽ ട്രയാങ്കിളിന്റെ ബാനറിൽ വലിയ പരിപാടികൾ നടത്തുന്നു. അതുപോലെ തന്നെ കൊച്ചി കലൂര് റിന്യൂവൽ സെന്ററിൽ വെച്ച് ഒരു ഏകദിന ശില്പശാല നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ബഹുമാന്യനായ മുൻ ഗവർണർ ശ്രീധരൻപിള്ളയെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി കൊച്ചിയിൽ നടത്തിയിരുന്നു. അതുപോലെ തന്നെ കലൂർ നടന്ന പരിപാടി ജസ്റ്റിസ് കമാൽ പാഷ അതിന്റെ പ്രധാനിയായ ഒരാളായ ഉദ്ഘാടകനായിരുന്നു. ഈ പറയുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു സംവിധാനം ശരിക്കും അതിന്റെ ചെയർമാനായിരുന്നു കൊണ്ട് NCPയുടെ സംസ്ഥാന പ്രസിഡന്റായ NA മുഹമ്മദ് എന്ന വ്യക്തി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ NCP ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടി തീർച്ചയായിട്ടും അതിന്റെ ദേശീയ നേതൃത്വം അതിന്റെ കാര്യങ്ങളും അതിലൂടെ മാത്രമേ അതിന് പ്രവർത്തിക്കാൻ പറ്റൂ. അപ്പോ പൊളിറ്റിക്കൽ അല്ലാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. ജനങ്ങളിലേക്ക് സംവദിക്കേണ്ട, ജനങ്ങളുമായി തുറന്ന് സംസാരിക്കേണ്ട പലതും രാഷ്ട്രീയത്തിനപ്പുറം നമ്മൾ കാണേണ്ടതുണ്ട്. ഇതൊരു ചാരിറ്റബിൾ NGO ഓർഗനൈസേഷനാണ്, സോഷ്യോ കൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. വ്യത്യസ്തമായ പല കാര്യങ്ങളും നമുക്ക് ഇത്തരം ഒരു നോൺ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമുകൾ മാത്രമാണ്. അത് NCPയുടെ ദേശീയ നേതൃത്വത്തിന്റെ അനുവാദത്തോടു കൂടി തന്നെയാണ് ഈ പറയുന്ന ഈ ട്രയാങ്കിൾ എന്ന് ഫോം ചെയ്തിട്ടുള്ളത്. CPM-നും അതുപോലത്തെ സാഹിത്യവേദി, കേരള സാഹിത്യ പരിഷത്ത് പോലത്തെ KPSC അടക്കമുള്ള ഇതെല്ലാം ആ പ്രവർത്തനങ്ങളെല്ലാം നടത്തി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനോട് വ്യത്യസ്തമായ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് നടത്തിയതാണ്. അപ്പൊ അതൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിലല്ല, നോൺ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ നടത്താനുള്ളത്. പിന്നെ ഒത്തിരി സോഷ്യോ കൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ NGO എന്നുള്ളവർക്ക് പിന്നെ NANKയുടെ തന്നെ വളരെയധികം പ്രവർത്തനങ്ങൾ കോട്ടയ്ക്ക് നടത്തിയത്. അതുകൊണ്ടാണ് ഒരു 50,000-40,000 വോട്ടിൽ നിന്ന് 15,000 വോട്ടിലേക്ക് താഴെ ചെയ്തത്. അതൊരു പൊളിറ്റിക്കൽ കാലം നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല ഇത്തരം പ്രവർത്തനങ്ങൾ. അപ്പൊ അതിൽ ജനങ്ങളെ ബോധപ്പം ഞാൻ പറയുന്ന ഗ്രാമസ്വരാജിന്റെ ടേക്കപ്പ് ചെയ്യാതെല്ലാം ഈ ട്രാങ്കിലൂടെയാണ് ഉണ്ടായത്. അപ്പൊ അത് അതിൽ ഞാൻ പറയും NCPയുടെ ഒരു പരിപാടിക്കാണെങ്കിൽ ശ്രീധരൻപിള്ള കൊണ്ടുവരാൻ പറ്റും. ഒരു പൊളിറ്റിക്കൽ കാണാത്ത ഒരു ഗവർണറാണ്. അതേപോലെ മറ്റൊരു വേദിയിൽ കമാൽ പാഷ പോലെ അദ്ദേഹത്തെ പോലുള്ള ആളുകളെ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള വേദികളും ആവശ്യമാണ്. കമാൽ പാഷ പങ്കെടുത്ത പരിപാടി ഒരു ബോധവൽക്കരണ ശില്പശാലയായിരുന്നു. ശരിക്കും അത് നമ്മൾ ലക്ഷ്യം വെച്ചായിരുന്നു. ഗ്രാമസ്വരാജ് എന്താണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മത്സരിക്കുന്ന ഒരാൾക്ക് ആ ഒരു മെമ്പറായിട്ട് വരികയാണെങ്കിൽ എന്തെല്ലാമാണ് ഈ പറയുന്ന അവിടെ ഉത്തരവാദിത്തങ്ങളും അതുപോലെ തന്നെ അയാളുടെ കടമകൾ മാത്രമല്ല, ഒരു ഇലക്ഷനെ നേരിടുമ്പോൾ അയാൾ എങ്ങനെയായിരിക്കണം, ജനങ്ങളോട് അയാൾ പറയണല്ലോ. വോട്ട് നേടുമ്പോ വെറുതെ ഞാൻ എന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കുന്നതല്ല, ജനങ്ങളോട് സംവദിക്കുമ്പോൾ ഞാൻ എന്തിനു വേണ്ടി നിൽക്കുന്നു, എന്താണ് എന്റെ ഉദ്ദേശം, ഞാൻ എന്താണ് പ്രവർത്തിക്കാൻ പോകുന്നത്, അത് പറഞ്ഞിട്ടല്ലേ വോട്ട് കാണാൻ പറ്റുള്ളൂ. പറയുന്നതിനെ കമ്മിറ്റ്മെന്റോടുകൂടി ഞാൻ കോട്ടയിൽ പറഞ്ഞ 4-5 കാര്യങ്ങളുണ്ടായിരുന്നു 2014. ആ 5 അതിനുശേഷം കോവിഡ് വന്നപ്പോൾ അതുകൂടി അവിടെ കൃത്യമായിട്ടുണ്ട്. ജയിച്ച MLA പോലും നടത്താത്ത കാര്യങ്ങൾ പറഞ്ഞ കമ്മിറ്റ്മെന്റ് മുഴുവൻ നടത്തിയിട്ടേ തോന്നുന്നുള്ളൂ. അതെ, കോട്ടയ്ക്കൽ ഒരാൾ പോലും അദ്ദേഹം ഇലക്ഷനിൽ പറഞ്ഞ ഒരു കാര്യം പോലും ഇവിടെ നടത്താൻ പറ്റില്ലെന്ന് പറയില്ല. 25 ജില്ല നടത്തിയിട്ടാണ് ഒരാളും ചെയ്തിട്ടുണ്ടാവില്ല. അത്രയും കമ്മിറ്റഡ് ആയിട്ടുള്ള പറഞ്ഞ വാഗ്ദാനം മുഴുവൻ നിർവഹിച്ചു കഴിഞ്ഞു. ജയവും തോൽവിയും വേറെയാണ്, പക്ഷെ നമ്മൾ പറയുന്നത് നടത്താൻ കഴിയണം എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങൾ നടത്തണമെങ്കിൽ അതൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ ചിലർ പറ്റിയിരിക്കുന്നു. അതാണ്. പക്ഷെ പാർട്ടിയുടെ അറിവോടും പാർട്ടി സമ്മതത്തോടും പാർട്ടിയുടെ തന്നെ ഒരു ഘടകക്ഷി എന്ന് വേണ്ടി പറയാം. KPSC അല്ലെങ്കിൽ ഇതുപോലെ പരിഷത്ത് അതുപോലെ തന്നെയാണല്ലോ പ്രവർത്തിക്കുന്നത്. അങ്ങനെ എടുക്കാൻ പോകും. ഈ ഗാന്ധി ജയന്തി ദിനത്തില് മറ്റു കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിച്ച കാര്യങ്ങൾ, ഗാന്ധി ജയന്തി ദിനത്തിൽ സാധാരണ രീതിയിൽ രാവിലെ വെള്ളയും ഒരു ചർച്ചയിൽ
രഘുപതി രാഘവ, ആ സോങ്ങൊക്കെ വെച്ച് കുറച്ചു നേരം മൗനമായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു പരിപാടികളാണ് പൊതുവെ ഗാന്ധിജയന്തി അല്ലെങ്കിൽ അന്നത്തെ ദിവസം ക്ലീൻ ഡേ ആയിട്ട് കൊണ്ടുപോകുന്നിരിക്കേണ്ടത്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തലയിൽ ഗാന്ധിത്തൊപ്പി ധരിച്ച്, കറുത്ത ടീഷർട്ട് ധരിച്ച്, കറുത്ത മുണ്ട് ധരിച്ച് ഒരു റാലിയായി വന്ന് ഒരു സ്ഥലത്ത് ഒത്തുചേർന്ന് അവിടെ മുൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ, അതുപോലെ തന്നെ സമൂഹത്തിലെ പ്രമുഖരായ മുൻ MLA മാർ, MP മാർ, അങ്ങനെയുള്ള വ്യത്യസ്തരായ ആളുകളെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം. രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ടാകും. ഒന്ന്, ഇന്ന് നമ്മുടെ യുവാക്കളിൽ അരാഷ്ട്രീയവാദം, രാഷ്ട്രീയത്തോട് ഒരു വിരക്തി, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്ന് രാഷ്ട്രീയക്കാരെല്ലാം അഴിമതിക്കാരാണ്, ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഒരു വിട്ടുനിൽക്കുന്ന ഒരു ഇതൊന്ന് സമൂഹത്തിലുണ്ട്. മുൻപത്തേക്കാൾ അത് കൂടി വരികയാണ്. എന്നാൽ നല്ലൊരു വിഭാഗം ഈ കഞ്ചാവും ഡ്രഗ്സും ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഇപ്പൊ നമ്മുടെ അയൽ രാഷ്ട്രങ്ങളുണ്ടായി, നേപ്പാളിലടുത്ത് നേപ്പാൾ എന്നുള്ള പരിപാടിയില്ല, ജെൻസി ഷോ, അതേപോലെ തന്നെ ശ്രീലങ്കയിൽ ഉണ്ടായി, അതേപോലെ തന്നെ ബംഗ്ലാദേശ്. അത് ഇന്ത്യയിൽ ഉണ്ടാവാൻ പാടില്ല എന്റെ ഉദ്ദേശം. അപ്പൊ യുവാക്കൾക്ക് അരാഷ്ട്രീയവാദത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് രാഷ്ട്രീയമായി അവരെ ബോധവാന്മാരാക്കി രാഷ്ട്രീയത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു വ്യത്യസ്തമായ ഒരു പരിപാടി നടത്തുകയാണ്. വ്യത്യസ്തം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ കാരണം എന്താ, മറ്റ് നടത്തിയെന്ന് ചോദിക്കുള്ളൂ. എന്തുകൊണ്ട് കറുത്തമുണ്ടോ ഒരു കറുത്ത ടീഷർട്ട് ഇട്ട് നല്ലൊരു കാലത്തൊക്കെ ചോദിക്കണമെങ്കിൽ ഒരു മാറ്റമുണ്ട്. എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം എല്ലാവരും ചോദിച്ചു. അപ്പൊ ആ ചോദ്യത്തിന് വേണ്ടിയാണ് അതിന്റെ ആശയം വിശദീകരിക്കേണ്ടത്. ഇന്ന് രാമസ്വരാജ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗാന്ധി വിഭാഗത്തിൽ എത്തണമെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവുക. ആ മാറ്റം അനിവാര്യമാണെങ്കിൽ, ചോദ്യം ചെയ്യപ്പെടണമെങ്കിൽ യുവാക്കൾ തന്നെ ഈ അരാഷ്ട്രീയവാദം ഉപയോഗിക്കുന്നത് മുന്നേറ്റ് വരണം. അവരെ ശരിക്കും, അതുകൊണ്ടാണ് അതിന്റെ ക്യാപ്ഷൻ പോലും വേക്കപ്പ് കേരള, ഉണരു യുവാക്കളെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ പരിപാടിയുടെ ക്യാപ്ഷൻ പോയത്. അവരോട് ഉണരാൻ വേണ്ടി ജെൻസിയുടെ ഒരു ഗവൺമെന്റ് എതിരുള്ളതിന് പോകാനല്ല, ഇപ്പൊ തന്നെ നിങ്ങൾ ജാഗരൂകത, നിങ്ങൾ ഈ രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾ വന്ന് ഇതിന്റെ ഭാഗമായി രാഷ്ട്ര നിർമ്മാണത്തിന് നിങ്ങൾ നിൽക്കണം. നിങ്ങളില്ലാതെ കഴിയില്ല എന്ന് കുറ്റം പറയുന്ന ആർക്കും പറയലോ, അവർ രാഷ്ട്രീയക്കാരോട് തെറ്റുകാരെന്ന് പറയുന്ന ആർക്കും പറയാം. പക്ഷെ അതല്ലേ നല്ലത്, നമ്മളുടെ ഭാഗമായിട്ട് അതിന് നല്ല രീതിയിൽ നയിക്കുന്നതിലേക്ക്. അതാണ് എന്റെ രാഷ്ട്രീയം. ഞാൻ അതിലൂടെ ഈ പറയുന്ന ആ ഒരു ഒക്ടോബർ 2 ഗാന്ധിജയന്തി ദിവസം വ്യത്യസ്തത ഉണ്ടാവുന്നു. അത് ഞാൻ വിജയിച്ചു എന്ന് എനിക്ക് വിശ്വാസം. തീർച്ചയായും കാരണം പല ഘട്ടത്തിലും പലരും ഒരു ആരംഭശൂരത്വം എന്ന നിലയിൽ ഇത്തരത്തിലുള്ള പല ഓർഗനൈസേഷൻ, പല സംവിധാനങ്ങൾക്കും തുടക്കം വെക്കാറുണ്ട്. കാരണം ഡൽഹിയിലൊക്കെ ആണെങ്കിലും ആപ്പിന്റെ രൂപീകരണ കാലത്തിന് മുമ്പ് അണ്ണാമസാരെ പോലുള്ള കാര്യങ്ങളെല്ലാം തുടങ്ങി വെച്ചോടത്ത് അവിടെ കൊണ്ട് അവസാനിക്കുന്നുണ്ട്. ഇത് തുടർന്നും മുന്നോട്ടുണ്ടാവും? അത് തുടക്കം മാത്രമാണോ അതോ ഫൗണ്ടേഷനും നോൺ പ്രോഫിറ്റ് അലയൻസ് ഫോർ മിഷൻ കോട്ടക്കൽ എന്ന് പറഞ്ഞിട്ടാണ് പലർക്കും തെറ്റിദ്ധാരണ എന്നെ നോക്കിയതാണോന്നുണ്ടായിരുന്നു. പക്ഷെ അതല്ല, എന്റെ നോൺ പ്രോഫിറ്റ് അലയൻസ് ഫോർ മിഷൻ കോട്ടക്കൽ എന്നാണ് അതിന്റെ കോട്ടക്കലിന് വേണ്ടിയിട്ട് ഒരു ഇതുള്ളതാണ്. പക്ഷെ അത് പിന്നീട് പല ചാരിറ്റബിൾ നടത്തിപ്പോകും. അതൊരു വ്യത്യസ്തമായ ഒരു പ്രവർത്തനമായിരുന്നു അതുണ്ടായത്. പക്ഷെ ഇതാ അതെ, ഇത് കുറച്ചുകൂടി രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് കൊണ്ടുവന്നുകൊണ്ട് മാറ്റം സൃഷ്ടിക്കാൻ കേരളത്തിനെ, അതിനുവേണ്ടി ഒരു പാട്ട് തന്നെ തയ്യാറാക്കി ചെയ്തിട്ടുണ്ട്. മറ്റൊരു പാട്ട് യുവാക്കൾക്ക് വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം പടുത്ത് വരാൻ പോകും. അത് വരുമ്പോൾ വളരെ കൃത്യമായിട്ട് ആളുകൾക്ക് ബോധ്യപ്പെടും ഇതിന്റെ ഉദ്ദേശം എന്താവും. ഇന്ത്യയെ, അതായത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തെ ഏതാണ് പോയി അതെ, കേരളത്തെ ഒരു മാറ്റങ്ങൾ കൊണ്ട് സെൽഫ് സഫിഷ്യന്റായി തൊഴിലവസരങ്ങളുള്ള നല്ലൊരു സംസ്ഥാനമാണ് മാറ്റണമെങ്കിൽ ഇവിടെ പല ചേഞ്ചസും ആ ചേഞ്ചസിനുള്ള തുടക്കം അത് സംശയമാണ്.